എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ശ്രീകാര്യൻ ശ്രീനിവാസനും വിക്രമും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനൊരു കാര്യം നിനക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമെന്ന് അയാൾ വിചാരിച്ചു കാണില്ല. ഇത് കേൾക്കുന്ന രാജേട്ടൻ, അപ്പോൾ അത് നന്നായില്ലേ സാറേ? അതാവുമ്പോൾ അയാൾ ഇനി വിക്രത്തിനെതിരെ കളിക്കാൻ ഒന്നും മടിക്കില്ലേ? ഇത് കേട്ട ശ്രീനിവാസൻ, നിങ്ങൾ അങ്ങനെ വിചാരിച്ചതിലാണ് തെറ്റിപ്പോയത്. ഇനിയാണ് കൂടുതൽ ആപത്ത്. കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും കളിയുടെ തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അയാൾ കാര്യമായി എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് നമ്മൾക്ക് അയാളെ വെട്ടണം. ഇത് കേൾക്കുന്ന രാജേട്ടൻ, വെട്ടുകയോ? അപ്പോൾ തിരുത്തിക്കൊണ്ട് ശ്രീനിവാസൻ, ആ വെട്ടല്ല രാജേട്ട, അയാൾ കളിക്കളത്തിൽ നിരത്തിയിരിക്കുന്ന ഓരോ കരുക്കളെയും വെട്ടിമാറ്റിയേ പറ്റൂ. എന്തായാലും കളി തുടങ്ങിപ്പോയില്ലേ, ഇനി അത് നമ്മൾക്കായിട്ട് നിർത്താൻ പറ്റില്ലല്ലോ. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് ശ്രീകാര്യൻ ശ്രീനിവാസൻ. അതുകൊണ്ട് തന്നെ ഇനിയാണ് ഞാനും വിക്രവും ഒരുമിച്ച് കളിക്കാൻ പോകുന്നത്. തൻ്റെ കൂടെ നിൽക്കുമല്ലോ അല്ലേ എന്ന് വിക്രത്തോട് ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന വിക്രം, ഞാൻ എന്താണ് ചെയ്യേണ്ടത് സാർ എന്ന് ചോദിക്കുമ്പോൾ, നീ എന്താണ് ചെയ്യേണ്ടതെന്നും അതെങ്ങനെ വേണമെന്നുള്ളത് ഞാൻ ഉടനെ തന്നെ പറയാം. എന്തായാലും അടുത്ത ഇലക്ഷന് മുൻപായി തന്നെ എല്ലാം നടപ്പാക്കണം. ഇപ്പോൾ സുധാകരൻ മാഷിന്റെ വീട്ടിലേക്ക് 3 കുട്ടികൾ വരികയാണ്. മഴ പെയ്യുന്നത് കൊണ്ട് തുണികൾ ഓരോന്നായി പിറക്കിയെടുക്കുകയാണ് നന്ദിനിയേട്ടത്തി. കുട്ടികളെ കണ്ടയുടൻ തന്നെ ഏട്ടത്തി അവിടേക്ക് വരുന്നു. ഏട്ടത്തി കുട്ടികളോടായി, നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, സുധാകരൻ മാഷ് കുറച്ച് ദിവസമായി ട്യൂഷൻ ക്ലാസ്സിൽ വരാറില്ല. തങ്ങൾക്ക് കണക്കിൽ കുറച്ച് സംശയങ്ങളുണ്ട്, അത് നേരിട്ട് തീർക്കാനായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് അവർ പറയുന്നു. ഇത് കേൾക്കുന്ന ഏട്ടത്തി, അതൊക്കെ ഞങ്ങളുടെ കാലത്ത് കണക്ക് സാർ ക്ലാസ്സിൽ വരാതിരിക്കാൻ വേണ്ടി പള്ളിയിൽ പോയി മെഴുതിരി കത്തിക്കുമായിരുന്നു. ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ട് വരുന്ന വേദ, അതുകൊണ്ടാണ് ഏട്ടത്തി ഇങ്ങനെയായിപ്പോയത്. എങ്ങനായിപ്പോയതെന്ന് ഏടത്തി തിരിച്ചു ചോദിക്കുമ്പോൾ, 10ാം ക്ലാസ്സിൽ തോറ്റതെന്ന് പറയുന്നു. ഇത് കേട്ടയുടൻ തന്നെ കുട്ടികൾ 3 പേരും ചേർന്ന് ചിരിക്കുന്നു. തന്നെ കളിയാക്കിയതിലുള്ള പ്രതിഷേധമായി ഏടത്തി, അത് ഞങ്ങളുടെ സമയത്ത് മോഡറേഷന്റെ മാർക്ക് കുറഞ്ഞു പോയതാണ്. ഈ സമയം കുട്ടികളിൽ ഒരാൾ, പരീക്ഷ ഇങ്ങ് വരാറായി, അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. അതിന് ഓണപ്പരീക്ഷ കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങളുടെ പരീക്ഷകളിൽ കണക്കും സയൻസ് ഇനിയും ബാക്കിയുണ്ട്. മാത്രമല്ല മാഷ് ആ സമയത്ത് അവിടേക്ക് വന്നിട്ടുമില്ല. ഇത് കേൾക്കുന്ന നന്ദിനി കുട്ടികളോടായി തങ്ങളുടെ കുടുംബത്തിലുണ്ടായ പ്രശ്നത്തെപ്പറ്റി പറയാനായി തുടങ്ങുമ്പോൾ വേദ അത് വിലക്കുന്നു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വരികയാണ് ശ്രീജേടത്തി. ശ്രീജേടത്തിയും കുട്ടികളെ കാണുമ്പോൾ എന്താണ് വന്നിരിക്കുന്നത് കാര്യം തിരക്കുന്നു. കാര്യം പറയുന്ന ശ്രീജേടത്തി, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? മാഷ് ഇവിടെ ഇല്ലല്ലോ. അത് കേട്ടയുടൻ തന്നെ നന്ദിനിയെടുത്തി, അതിനെന്താ, മാഷില്ലെങ്കിലും അതിനേക്കാട്ടിലും പഠിപ്പും വിവരവുമുള്ള ഒരാളുണ്ടല്ലോ ഇവിടെ. വേദയെ ചൂണ്ടിക്കാട്ടി കുട്ടികളോടായി പറയുന്നു. എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന വേദ, നിങ്ങൾക്ക് എന്താണ് സംശയമുള്ളതെന്ന് എന്നോട് ചോദിക്കൂ. ട്രിഗ്നോമെട്രി ആണോ? കേട്ടയുടൻ തന്നെ നന്ദിനിയേട്ടത്തി, പണ്ട് കാലിത്തീറ്റ എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച പാഠങ്ങളാണ് ഇതൊക്കെ. നിങ്ങൾ ഇതൊക്കെ എന്തിനാണ് ഇപ്പോൾ പഠിക്കുന്നത്? ഇതിൻ്റെയൊന്നും ഒരാവശ്യവുമില്ലല്ലോ. കുളി കഴിഞ്ഞ് ഇപ്പോൾ അങ്ങോട്ടേക്ക് വരികയാണ് വിക്രം. വിക്രത്തിനെ കണ്ടയുടൻ തന്നെ അകത്തേക്ക് പോകുന്നു നന്ദിനിയേട്ടത്തി. ഏട്ടത്തിയോടായി അവിടെ നിൽക്കാൻ പറയുകയാണ് വിക്രം. എന്നിട്ട് ചോദിക്കുകയാണ്, ഏട്ടത്തിയുടെ വീടിൻ്റെ അടുത്തായി ഒരു പറമ്പില്ലേ? ആ പറമ്പിൻ്റെ അറ്റത്ത് ഒരു ഒറ്റമരമില്ലേ? ആ മരത്തിൻ്റെ ഉയരം എത്രയാണെന്നറിയുമോ? അതിനിപ്പം ആ മരത്തിൻ്റെ മുകളിലൊക്കെ ടേപ്പും കൊണ്ട് ആരാണ് കയറാൻ പോകുന്നതെന്നാണ് നന്ദിനിയുടെ മറുപടി. അങ്ങനെ അളക്കാൻ കഴിയാത്ത സാധനങ്ങളുടെ ഉയരം, വലിപ്പം, നീളം ഇതൊക്കെ അളക്കാൻ വേണ്ടിയുള്ളൊരു സൂത്രപ്പണിയാണ് ഈ ട്രിഗ്നോമെട്രി. മാത്രമല്ല ഭാവിയിലേക്കുള്ള ഉന്നത പഠനത്തിനെല്ലാം ഈ ട്രിഗ്നോമെട്രി ഉപകരിക്കും. അത് കൈത്തൊഴിൽ ചെയ്യുന്നവർക്കാണെങ്കിൽ പോലും ഇതിൻ്റെ ആവശ്യമുണ്ട്. ഇതൊക്കെ മനസ്സിലായോ എന്ന് എടുത്തിയോട് എടുത്തു ചോദിക്കുകയാണ്. ഇത്രയും കേട്ടയുടൻ തന്നെ, അയ്യോ എന്നെ വിട്ടേക്ക്, അതൊക്കെ തലവരെ ഉള്ളവൻ രക്ഷപ്പെടും, അല്ലാത്തവർ ഇങ്ങനെ നിന്നെപ്പോലെ ഇവിടെ ഇങ്ങനെ പെടും. ഇത് കേട്ടയുടൻ തന്നെ ആർക്കും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അതിന് മറുപടി എന്നോണം വേദ വിക്രമിനോട് ആവശ്യപ്പെടുകയാണ് കുട്ടികൾക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാനായി. അങ്ങനെ കുട്ടികൾക്കായി വിക്രം കണക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഈ സമയം അങ്ങോട്ടേക്ക് വരുന്ന അമ്മ ഇത് കാണുന്നു. ഇത് കണ്ടയുടൻ തന്നെ അമ്മയ്ക്ക് വളരെ സന്തോഷമാകുന്നു. ഈ സമയം നന്ദിനിയെടുത്തി അകത്ത് പോയി വിക്രം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് കാണാൻ വിനായകനെ വിളിച്ചുകൊണ്ടുവരുന്നു. താൻ എത്ര വിളിച്ചിട്ടും എഴുന്നേക്കാത്ത വിനായകേട്ടൻ്റെ മുഖത്തേക്ക് വെള്ളം കോരി ഒഴിച്ചുണർത്തുകയാണ് നന്ദിനി. മണി 9 കഴിഞ്ഞുവെന്നും എഴുന്നേൽക്കാനായി ആവശ്യപ്പെടുകയാണ്. ഇന്ന് കച്ചവടമൊന്നും ഒട്ടു വന്നിട്ടില്ലല്ലോ, പിന്നെ എങ്ങോട്ട് പോകാനായിട്ടാണെന്നാണ് വിനായകന്റെ ചോദ്യം. വിനായകനോടായി നന്ദിനി, ആയ കാലത്ത് വല്ലോ തീറ്റ പഠിച്ചിരുന്നെങ്കിൽ വല്ലോ ജ്യോതിശാസ്ത്രജ്ഞനെങ്കിലും ആകാമായിരുന്നു, അല്ലാതെ ഇങ്ങനെ ഇരിക്കേണ്ടി വരില്ലായിരുന്നു. നന്ദിനി എന്താണ് ഈ പറയുന്നതെന്ന് വിനായകന് മനസ്സിലാകുന്നേയില്ല. ഇവിടുന്ന് ചന്ദ്രനിലേക്കുള്ള ദൂരം അളക്കണമെങ്കിൽ തീറ്റ പഠിക്കണമെന്നാണ് അടുത്തതായി നന്ദിനി പറയുന്നത്. താൻ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാകാതിരിക്കുന്ന വിനായകനോട് നന്ദിനി, പുറത്ത് വിക്രം കുട്ടികളെ തീറ്റ പഠിപ്പിക്കുകയാണ്. ഇത് കേൾക്കുന്ന വിനായകൻ, ഓ അതാണോ? അച്ഛൻ എൻ്റെ പുറത്ത് കുറേ മെനക്കെട്ടതാവുന്നു പഠിപ്പിക്കാൻ, പക്ഷേ ഞാനന്ന് പഠിച്ചില്ല. എന്നാലും വിനയേട്ടാ, ഈ തല്ലും കുത്തുമായി നടക്കുന്ന അവനെങ്ങനെയാണ് ഇതെല്ലാം ഓർത്തു വെക്കുന്നത്? കേട്ടിടൻ തന്നെ വിനായകൻ, എടി അവൻ ഭയങ്കര ബ്രില്യൻ്റ് അല്ലായിരുന്നോ? അപ്പോൾ നിങ്ങളോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വെറും ആവറേജ് ആയിരുന്നു എന്ന് പറയുന്നു.
വിനായകനെ കളിയാക്കുന്ന രീതിയിലെന്നോണം നന്ദിനി, നിങ്ങളുടെ അച്ഛനും ബ്രില്യൻ്റ്, വിക്രവും ബ്രില്യൻ്റ്, പിന്നെ നീ എന്താണ് ഇങ്ങനായിപ്പോയത്? ദേഷ്യം വന്ന വിനായകൻ മറുപടിയായി നന്ദിനിയോട്, അത് നിന്റെ അമ്മയെയും കൊള്ളാം ചേച്ചിയെയും കൊള്ളാം, പിന്നെ നീ എങ്ങനെയാണ് ഇങ്ങനെ വവ്വാല് കടിച്ച പേരയ്ക്ക പോലായിപ്പോയത്? ഇത് കേട്ട് ദേഷ്യം വന്ന നന്ദിനിയോടായി വിനായകൻ, എടി അതാണ് പറയുന്നത്, ഓരോരുത്തർക്കും ഓരോ ലെവലുണ്ട്. നീ ഒന്ന് നോക്കിക്കേ, എൻ്റെ ലെവൽ വെച്ച് ഞാൻ അവനെക്കാട്ടിലും കാശുണ്ടാക്കുന്നില്ലേ? വേണമെങ്കിൽ നമുക്കും ഒരു ട്യൂഷൻ സെൻറ്റർ തുടങ്ങി അവരുണ്ടാക്കുന്നതിലും പൈസ ഉണ്ടാക്കാം. പക്ഷേ പൈസ ഉണ്ടായാലും ആൾക്കാരുടെ കയ്യിൽ നിന്ന് ബഹുമാനം കിട്ടണമെന്ന് വാശി പിടിക്കരുത്. കാരണം കാശുണ്ടാക്കുന്നവനെ മാത്രം ബഹുമാനിക്കുന്ന ചില ഏഴാങ്കൂലികളുണ്ടാവും. പക്ഷേ എല്ലാവരും അങ്ങനെയല്ല. നന്ദിനിയെ ചായ ഇടാനായി അവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ട് വീണ്ടും കിടന്നുറങ്ങുകയാണ് വിനായകൻ. ക്ലാസ് കഴിഞ്ഞ ശേഷം കുട്ടികളെല്ലാവരും അവിടെ നിന്ന് മടങ്ങുകയാണ്. അവർ പോയി കഴിഞ്ഞ ശേഷം വേദ വിക്രമിനോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ഇത്രയ്ക്കൊക്കെ മിടുക്കുണ്ടോ? ഇതിന് മറുപടിയായി, കുട്ടികൾക്ക് ബേസിക് മാത്തമാറ്റിക്സ് പറഞ്ഞു കൊടുക്കുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. എന്നിട്ട് എനിക്കത് ഓർമ്മ വന്നില്ലല്ലോ എന്ന് വേദ പറയുമ്പോൾ, പഠിക്കാനുള്ളത് മനപ്പാഠം പഠിച്ചിട്ട് കാര്യമില്ല, അത് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ ഓർമ്മ വരികയുള്ളൂ. കുറച്ചു നേരത്തിന് ശേഷം അങ്ങോട്ടേക്ക് കടന്നു വരികയാണ് സുധാകരൻ മാഷ്. ഇങ്ങോട്ടേക്ക് 2-3 കുട്ടികൾ വന്നിരുന്നു എന്ന് വേദയോട് ചോദിക്കുമ്പോൾ, അവർ വന്നിരുന്നുവെന്നും കണക്ക് പറഞ്ഞു കൊടുക്കാനായി അവർ ആളെ തിരക്കി വന്നതാണെന്ന് വേദ മറുപടി പറയുന്നു. കുറച്ച് ദിവസങ്ങളായി ഇവിടെ നടന്ന സംഭവങ്ങൾ കൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ലെന്നാണ് മാഷ് പറയുന്നത്. മാഷ് വിഷമിക്കണ്ടായെന്നും കുട്ടികൾക്ക് വിക്രമെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുവെന്നും വേദ പറയുന്നുണ്ട്. ഇത് കേട്ടയുടൻ തന്നെ ഒട്ടും ഇഷ്ടപ്പെടാത്ത രീതിയിൽ മാഷ്, ഞാനില്ലെന്നും പറഞ്ഞ് മടക്കി അയച്ചാൽ പോരായിരുന്നോ? വിക്രം അത് വളരെ നന്നായിട്ട് തന്നെയാണ് അച്ഛാ പറഞ്ഞു കൊടുത്തത്, അവർക്കെല്ലാം മനസ്സിലാവുകയും ചെയ്തു. ഇതിന് മറുപടിയായി സുധാകരൻ മാഷ്, അധ്യാപകൻ എന്നാൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആൾ മാത്രമല്ല വേദ, ഒരാൾക്ക് ജീവിതത്തിൽ എങ്ങനെ മുന്നേറണമെന്ന് മാതൃകയാകുന്ന ആളും കൂടിയാണ്. ഇവൻ കണക്ക് പറഞ്ഞു കൊടുത്ത കുട്ടികൾ നാളെ ഇവൻ്റെ ജീവിതം അനുകരിക്കില്ലെന്ന് ആര് കണ്ടു എന്നാണ് മാഷ് പറയുന്നത്. ദുശീലങ്ങൾ അനുകരിക്കാനാണ് കുട്ടികൾക്ക് വാസന കൂടുതൽ. അതും പഠിപ്പിച്ച ഗുരുവിൻ്റെ ശീലങ്ങളാവുമ്പോൾ അഭിമാനത്തോടെ അനുകരിക്കാമല്ലോ. ഇത് കേട്ടിട്ട് മറുപടിയായി വേദ, അങ്ങനെയെങ്കിൽ അത്തരം കാര്യങ്ങൾ അറിയാവുന്ന ഒരാളും ഗുരുവും എന്നോണം ഒരാൾ വീട്ടിലുണ്ടായിട്ടും വിക്രം ഇങ്ങനെ ആയിപ്പോയത് എങ്ങനെയാണ്? ആരെ അനുകരിച്ചിട്ടാണ് വിക്രം ഇങ്ങനെയായിപ്പോയത്? അല്ലെങ്കിൽ ആരോടുള്ള ധിക്കാരം എന്നോണമാണ് വിക്രം ഇങ്ങനെയൊരു ജീവിതം തിരഞ്ഞെടുത്തത്? വേദയുടെ ഈ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരം പറയാതെ പതറി നിൽക്കുകയാണ് മാഷ്. മറുപടിയൊന്നും പറയാതെ മാഷ് അകത്തേക്ക് പോകുന്നു. ഇപ്പോൾ ശ്രീനിവാസന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് വിക്രം. വിക്രമിനായി ചായ എടുക്കാൻ പറഞ്ഞ് ശ്രീനിവാസൻ തന്റെ ഭാര്യയെ അകത്തേക്ക് വിടുന്നു. തന്റെ കയ്യിലിരുന്ന പത്രം വിക്രത്തിന് നേരെ നീട്ടിക്കൊണ്ട്, പത്രത്തിലുള്ള വാർത്ത കണ്ടിരുന്നു എന്ന് ശ്രീനിവാസൻ ചോദിക്കുന്നു. ആശുപത്രിയിൽ നിന്ന് വിതരണം ചെയ്ത മരുന്ന് കഴിച്ച് അത്യാസന്ന നിലയിൽ എന്നായിരുന്നു വാർത്ത? എനിക്ക് ഇതിൽ നിന്ന് ചില കാര്യങ്ങൾ മനസ്സിലായെന്നാണ് ശ്രീനിവാസൻ പറയുന്നത്. അയാൾ വിക്രമിനോടായി, ഈ ആശുപത്രിയിലേക്ക് സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നത് ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്. ഒരുപാടെടുത്ത് അവർ മരുന്നുകൾ കൊടുക്കുന്നുണ്ട്. അവരുടേതായി 5-6 മെഡിക്കൽ ഷോപ്പുകളുമുണ്ട്. അവർ വ്യാജ മരുന്നുകളാണോ വിൽക്കുന്നതെന്നാണ് വിക്രത്തിന്റെ ചോദ്യം. അപ്പോൾ അങ്ങനെയല്ലെന്ന് ശ്രീനിവാസൻ പറയുന്നു. കാലാവധി കഴിഞ്ഞ മരുന്നുകളാണ് പലപ്പോഴും അവർ റീലേബലിംഗ് ചെയ്ത് വിൽക്കുന്നത്. വിക്രത്തിനോട് ഇതിനെപ്പറ്റി കാര്യമായി അന്വേഷിക്കണമെന്ന് പറയുന്നു. പാർട്ടി ലെവലിൽ ചിലപ്പോൾ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയെന്ന് വരില്ല. ആർക്കൊക്കെ താല്പര്യമുള്ള കേസാണെന്നറിയില്ലല്ലോ. ഇങ്ങനെയുള്ളവർക്ക് പോലീസിലും പിടിപാടുണ്ടാവും. ആദ്യം ആ സോഴ്സ് ഏതാണെന്നൊന്ന് അറിയൂ, ബാക്കി നമുക്ക് പിന്നെ നോക്കാം. അധികമാരെയും ഇതിനെപ്പറ്റി അറിയിക്കേണ്ടെന്നും രഹസ്യമായി അന്വേഷിച്ചാൽ മതിയെന്നും വിക്രത്തിനോട് പറയുന്നു. ഇതിന് പിന്നിൽ ഞാൻ ഉദ്ദേശിച്ച ആളാണെങ്കിൽ നമ്മളല്പം പ്രോ ആക്റ്റീവായി ഇരിക്കേണ്ടി വരുമെന്ന് വിക്രത്തിനോട് പറയുന്നു. ഈ സമയം സുധാകരൻ മാഷിന്റെ വീട്ടിന് പുറത്ത് പാത്രങ്ങൾ കഴുകുകയാണ് ശ്രീജേടത്തി. അങ്ങോട്ടേക്ക് വരുന്ന നന്ദിനിയെടുത്തി താൻ തുണി കഴുകാൻ പോവുകയാണെന്നും വേദയോട് അതുകൊണ്ട് തനിക്കിത്തിരി വെള്ളം കോരിത്തരാൻ പറയണമെന്ന് ശ്രീജേടത്തിയോട് പറയുന്നു. അതിന് വേദ പുറത്തെങ്ങാണ്ട് പോകാനിരിക്കുകയല്ലേ എന്നാണ് ശ്രീജേടത്തി ചോദിക്കുന്നത്. ഇവൾ ഏത് സമയവും കറക്കമാണല്ലോ, ഇവൾക്ക് മാത്രം എപ്പോൾ വേണമെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാം. കേട്ടുകൊണ്ട് അവിടേക്ക് വരുന്ന വേദ, അതിന് ഏടത്തിയോട് ഇവിടെ ആരെങ്കിലും പുറത്തു പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഏടത്തിക്ക് പോകാൻ സ്ഥലമില്ലാത്തത് കൊണ്ടല്ലേ ഇവിടെ ഇരിക്കുന്നത്? വേദയുടെ നേർക്ക് തട്ടിക്കയറുകയാണ് നന്ദിനിയെടുത്തി. ഇപ്പോൾ ശ്രീജേടത്തി വേദയോടായി, ഒരു നിമിഷം നിൽക്കുകയാണെങ്കിൽ ഞാൻ കോഫി ഉണ്ടാക്കി തരാം. അത് കേൾക്കുന്ന നന്ദിനിയെടുത്തി ദേഷ്യത്തോടെ, എന്തിനാണ് കോഫി മാത്രമാക്കുന്നത്? കുറച്ച് ജ്യൂസും കൂടെ കലക്കി അവളുടെ കയ്യിൽ കൊടുത്തുവിട്. നവമ്പം പോകുന്ന വഴിക്ക് ക്ഷീണം തോന്നിയാൽ കുടിക്കാമല്ലോ. അഥവാ തനിക്ക് അങ്ങനെ വല്ലതും തോന്നിയാൽ താൻ വഴിയിൽ നിന്ന് മേടിച്ച് കുടിച്ചോളാമെന്നാണ് വേദയുടെ മറുപടി. പോകാൻ തുടങ്ങുന്ന വേദയെ തടഞ്ഞിർത്തി നന്ദിനിയെടുത്തി, എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ട് പോകണമെന്നുണ്ടോ എന്നാണ് വേദ പറയുന്നത്.
തനിക്കറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചതല്ല. വിക്രമിനോടുള്ള ദേഷ്യം കാരണം വല്ല ഗുണ്ടകളും തട്ടിക്കൊണ്ടുപോയാൽ പോലീസ് ചോദിക്കുമ്പോൾ പറയണമല്ലോ. അതിനുവേണ്ടിയാണ് താനിപ്പോൾ ചോദിച്ചതെന്നാണ് നന്ദിനി പറയുന്നത്. ഇതും പറഞ്ഞ് അവിടെ പൊട്ടിച്ചിരിക്കുകയാണ് നന്ദിനി. ഇത് കണ്ട് ദേഷ്യം അടക്കി പിടിച്ച് വേദ, ചിരി ആരോഗ്യത്തിന് നല്ലതാണ്, പക്ഷേ ഇമ്മാതിരി ചിരി മുഖത്തിൻ്റെ ഷേപ്പ് മാറ്റുമെന്ന് പറയുന്നു. എന്ന കാര്യം മറക്കണ്ട എന്നും പറഞ്ഞ് വേദ താക്കീത് ചെയ്യുന്നു. മാത്രമല്ല, താനിപ്പോൾ പോകുന്നത് ഊളംപാറയിലേക്കാണെന്നും അവിടെ ഒരു നല്ല ഡോക്ടർ വന്നിട്ടുണ്ട്, അവിടെ ചെന്ന് ഡോക്ടറിനോട് പറയാനായിട്ടാണ് തൻ്റെ ഭർത്താവിൻ്റെ രണ്ടാമത്തെ ചേട്ടൻ്റെ ഭാര്യയ്ക്ക് തലയ്ക്ക് കാര്യമായി കുഴപ്പമുണ്ടെന്നും അക്കാര്യം പറഞ്ഞ് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വരാം, എന്നിട്ട് നമ്മൾക്ക് രണ്ടാൾക്കും കൂടെ പിന്നീടൊരു ദിവസം അങ്ങോട്ടേക്ക് പോകാം. ഇത്രയും പറഞ്ഞ് വേദ അവിടെ നിന്ന് പോവുകയാണ്. വേദ ഇത്രയൊക്കെ പറഞ്ഞതുകൊണ്ട് നിന്റെ നാക്കിന് ഇത്തിരി നീളം കൂടുതലാണെന്നാണ് നന്ദിനിയെടുത്ത് തിരിച്ചു പറയുന്നത്. വേദ പറഞ്ഞത് കേട്ട് ആകെ ചമ്മിയിരിക്കുന്ന നന്ദിനിയോട്, വിജയെടുത്തി നിനക്ക് വല്ല ആവശ്യമുണ്ടായിരുന്നോ ആ കുട്ടിയുടെ മെക്കിട്ട് കയറേണ്ടി? എന്നോടിങ്ങനെ പ്രതീക്ഷിക്കാതെണ്ണോണം പറഞ്ഞതുകൊണ്ട് അത് ശരി, അപ്പോൾ നിങ്ങളൊക്കെ ഒറ്റക്കെട്ടാണല്ലേ ഉള്ളത്, നിങ്ങൾക്ക് രണ്ടാൾക്കും ദൈവം തന്നോളുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ശ്രീകാര്യം ശ്രീനിവാസ് കുറച്ചു മുമ്പ് സൂചിപ്പിച്ച മെഡിക്കൽ ഷോപ്പിൽ വന്ന് മരുന്ന് മേടിക്കാൻ വന്നിരിക്കുകയാണ് വിക്രവും രാജേട്ടനും. മരുന്നുകൾ മേടിച്ച് ആരും കാണാത്തൊരു സ്ഥലത്ത് ചെന്ന് അതെല്ലാം അഴിച്ചു നോക്കുന്നു. വിക്രം മരുന്നിന്റെ പിന്നിലുള്ള എക്സ്പയറി ഡേറ്റ് ചുരുങ്ങി നോക്കുമ്പോൾ പഴയ ലേബലിന് മേളിൽ പുതിയ ലേബൽ റീലേബൽ ചെയ്താണ് അവർ വിൽക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഇത് കണ്ട രാജേട്ടൻ, അപ്പോൾ അവർ പഴയ മരുന്നുകൾ തന്നെയാണ് വിൽക്കുന്നതല്ലേ? ഇങ്ങനെ ചെയ്തതിന് ആ മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് അവനിട്ട് രണ്ടെണ്ണം പൊട്ടിച്ചാലോ? ഇത് കേട്ടിട്ട് രാജേട്ടൻ, ഇങ്ങനെയൊന്നും നീ എടുത്തു ചാടരുത്, ആലോചിച്ചിട്ട് മാത്രം പ്രവർത്തിക്കണം. മാത്രമല്ല ജോസഫും സജീവും വരട്ടെ, അവരും ഇതേ കണക്ക് പല സ്ഥലങ്ങളിൽ സാമ്പിളുകൾ കളക്ട് ചെയ്യാൻ പോയിട്ടുണ്ടല്ലോ. ഇപ്പോൾ വേദയുടെ അടുത്തേക്ക് ഒരു ഓട്ടോ വന്ന് നിൽക്കുകയാണ്. വേദ നോക്കുമ്പോൾ ആ ഓട്ടോയിൽ രാധയാണ്. വേദയോടായി രാധ കയറുന്നില്ലേ എന്ന് ചോദിക്കുന്നു. ഇതോടുകൂടി 213ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.